നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മാളക്കുളം പരിസരത്ത് നടന്ന പ്രതിഷേധ ജ്വാല AR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം പ്രസിഡന്റ് MR അഭിപ്രസാദ് അധ്യക്ഷനായി. ആശങ്കയുടെ മണിക്കൂറുകൾക്ക് ശേഷം മത്സ്യബന്ധന വള്ളങ്ങൾ തിരികെയെത്തി. കൊടുങ്ങല്ലൂർ അഴിക്കോട് നിന്നും ചൊവ്വാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ 9 ഫൈബർ വള്ളങ്ങളാണ് കാണാതായത്. ഇന്ന് രാവിലെയോടെ വള്ളങ്ങൾ തിരികെയെത്തി. ജയറാം വാഴൂരിന്റെ 4ാമത്തെ കവിതാ സമാഹാരമായ മണ്ണില്ലാമുറ്റത്തെ ഒറ്റമരത്തിന്റെ പുസ്തക പരിചയം കാവ്യാസ്വാദനം ക്രിയേറ്റീവ് അസ്മാബിയൻസിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. ET ടൈസൺ MLA പ്രീതിക്ക് പുസ്തകം നൽകി ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് കൺവീനർ TA നവാസ് അധ്യക്ഷത വഹിച്ചു. എങ്ങണ്ടിയൂർ മുതൽ SN പുരം വരെയുള്ള 10 പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമ പരിഹാരത്തിന് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം വിളിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പരമാവധി 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ചാലക്കുടി നഗരസഭയിലെ അംഗനവാടി വർക്കർ ഇന്റർവ്യൂ നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. കോൺഗ്രസ് നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇന്റർവ്യൂ നടത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ സമരം പ്രഹസനമാണെന്ന് നഗരസഭാ ചെയർമാൻ ഇബി ജോർജ് പറഞ്ഞു. മാള ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയിൽ കൂട്ടിലടച്ച ആക്രമണകാരിയായ തെരുവുനായ രക്ഷപ്പെട്ടു. ഒരാഴ്ച മുൻപാണ് മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. തുടർന്നാണ് നായ്ക്കൾക്ക് വാക്സിൻ നൽകി നിരീക്ഷണത്തിന് മാറ്റിയത്. വലപ്പാട് ഉപജില്ലയുടെ ഈ വർഷത്തെ സംസ്കൃത ദിനാചരണവും സമാദരണ ചടങ്ങും ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കേരള കലാമണ്ഡലം രജിസ്ട്രാർ P രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ 829ാമത് ജന്മദിന തിരുനാൾ ആഘോഷിച്ചു. പ്രസിഡന്റ് വാഴ്ചയ്ക്ക് ശേഷം രാവിലെ നടന്ന ദിവ്യബലിക്ക് ഫാദർ ക്ലോഡിൻ ദിവേറിയും വൈകിട്ട് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കലും മുഖ്യ കാർമ്മികരായി. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ചാലക്കുടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ 17ാം ബ്ലോക്കിൽ കണ്ട ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി. കാട് വെട്ടാനെത്തിയ പ്ലാന്റേഷൻ തൊഴിലാളികളാണ് ഭീമൻ പെരുമ്പാമ്പിനെ കണ്ടത്. 55 കിലോളം ഭാരം വരുന്ന പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.